ഈ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തൗഹീദിലൊക്കെ പഠിക്കുന്നതാണ്. രണ്ട് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ആയാത്തുൻ ശർഈയ, ആയാത്തുൻ കൗനിയ. ആയാത്തുൻ ശർഈയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തഅരീഫ് ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഹിയ മാ ജാഅത് ബിഹി റുസുലു മിനൽ വഹി ഖൽ ഖുർആൻ. അതായത് റസൂലുമാര് വഹിയായിട്ട് എന്താണോ കൊണ്ടുവന്നിട്ടുള്ളത് അതിനാണ് എന്ത് പറയാ, ശർഈ ആയിട്ടുള്ള ആയാത്ത് എന്ന് പറയാം. ഏതുപോലെ? കൽ ഖുർആൻ, ഖുർആൻ പോലെ. അതിൽപ്പെട്ടതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്, ഖാല അല്ലാഹു തആല തിൽക ആയാത്തുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ്. തിൽക അതാകുന്നു ആയാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ആയാത്തുകൾ. നത്ലൂഹാ അലൈക ബിൽ ഹഖ്, ആ ആയാത്തുകൾ നാം താങ്കൾക്ക് കേൾപ്പിച്ചു തരുന്നു സത്യപ്രകാരം. അപ്പൊ ഇവിടെ ആയാത്ത് ഉദ്ദേശിച്ചിട്ടുള്ള ഏതാണ്? ഖുർആനാണ്. രണ്ടാമത്തെ ടൈപ്പ് കൗനിയ. കൗനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്സമാവാതി വൽ അർദി വശംസി വൽ ഖമർ. അതായത് അല്ലാഹു തആലയുടെ ഭൗമികമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെയാണ് എന്ത് പറയാ, ആയാത്ത് കൗനിയ എന്ന് പറയാ. അതിൽ പെട്ടതാണ് ആകാശങ്ങള്, ഭൂമികള്, സൂര്യന്, ചന്ദ്രൻ, രാത്രി, പകൽ. അതിൽ പെട്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ.